കോഴിക്കോട് ജില്ലയിൽ വലിയ നേട്ടമാണ് UDF നേടിയത്. അതായത് 13-ൽ 12 സീറ്റുകളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ബേപ്പൂരിൽ ചെറിയ മാർജിനിലാണ് പരാജയപ്പെട്ടത്. ഈ കോഴിക്കോട് ജില്ലയിലെ UDFിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ മത്സരരംഗത്തുണ്ടായിരുന്നു. എന്നാൽ മത്സരരംഗത്തില്ലാതെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നെങ്കിലും അപ്രതീക്ഷിതമായി ആ പേരിൽ മാറ്റം വന്നെങ്കിലും അദ്ദേഹം തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി 13 മണ്ഡലങ്ങളിലും ഓടി നടന്നത് ഒരു പ്രധാന ഭാരവാഹിയായിരുന്നു. അത് മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിലായിരുന്നു. അദ്ദേഹം നേരത്തെ കേരള വിഷൻ ന്യൂസിന് മുൻപിലാണ് അദ്ദേഹം ആദ്യമായി പറഞ്ഞത് 13-ൽ 13 ലക്ഷ്യമെന്നുള്ളത്. ഇപ്പോൾ TT ഇസ്മായിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള വിഷൻ ന്യൂസിനൊപ്പം ഉണ്ട്. ഓർക്കുന്നുണ്ടോ നമ്മൾ അന്ന് പറഞ്ഞത്? തീർച്ചയായിട്ടും അത് യാദൃശികമായി പറഞ്ഞതല്ല. ഞങ്ങൾ അന്നത്തെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വളരെ സന്തോഷം, ആഘോഷം. അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും പാർട്ടി ജനറൽ സെക്രട്ടറി സലാം സാഹിബും കോഴിക്കോട് പ്രത്യേകമായി മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും കോഴിക്കോട് നിന്ന് സീറ്റുകൾ വിജയിപ്പിക്കേണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്തു. ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി അവർ നേരിട്ട് വിളിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ത്രിതല പഞ്ചായത്തിൽ നല്ല മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത് കോഴിക്കോട് DCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, ഞങ്ങളുടെ പ്രസിഡന്റ് റസാഖ് മാഷ്, ഞങ്ങളെല്ലാവരും നല്ല കെമിസ്ട്രി ആയിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ഭംഗിയായി ഒരു പാർട്ടി പോലെ പ്രവർത്തിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ലോക്കൽ ബോഡി ഇലക്ഷൻ. 1.5 വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ഒന്നിച്ചു തുടങ്ങി. ലീഗ് വേറെ പ്രവർത്തിച്ചു, കോൺഗ്രസ് വേറെ പ്രവർത്തിച്ചു. പിന്നീട് UDF ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തി. മുസ്ലിം ലീഗ് 2024 മാർച്ച് മാസം 6-ാം തീയതി കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ ജില്ലയിലെ 7000 വരുന്ന ബൂത്ത് സമിതി അംഗങ്ങൾ വിളിച്ചു വരുത്തി അവർക്ക് നല്ല ശിക്ഷണം നൽകി. അതിൻ്റെ ഒരു കൾമിനേഷനായിട്ടാണ് ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ വലിയ വെട്ടിനിരത്തുകൾ ഉണ്ടായിട്ടും വോട്ട് ചോരി ഉണ്ടായിട്ടും അത്യപൂർവമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള വിജയം. ഞങ്ങൾ നേരത്തെ മുസ്ലിം ലീഗ് 500+ എന്ന് പറഞ്ഞു, 384-ൽ നിന്ന് ഞങ്ങൾ 500-ലേക്ക് എത്തി. കോൺഗ്രസും അതേ രീതിയിൽ ഗംഭീരമായി വിജയം നേടി. ആ ത്രിതല പഞ്ചായത്തിലെ വിജയം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ പാർട്ടി ലീഡേഴ്സ് വിളിച്ചു വരുത്തിയ മീറ്റിങ്ങും ഒക്കെ ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തന വഴിയെ ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്തിലെ വിജയത്തിൽ നിന്നുകൊണ്ട് കൃത്യമായി പഠിച്ച് പറയുന്നത് പോലെയാണ് ഒരു 13-ൽ 13. റിയാസ് ചോദിച്ചു എന്താണ് അടുത്ത ലക്ഷ്യം ചോദിച്ചു. ഞാൻ 13-ൽ 13 പറഞ്ഞു. നേരത്തെ ഞങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ പ്രവീൺ ആ കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പ്രവീൺ പറഞ്ഞു, കണ്ടോ ഞങ്ങളുടെ മനസ്സ് കണ്ടോ എന്ന് പറഞ്ഞു. അത് ദൈവാനുഗ്രഹത്താൽ അത് 13-ൽ 12 ബേപ്പൂർ ഇപ്പോഴും ഞങ്ങൾക്കൊരു വേദനയായിട്ടുണ്ട്. തീർച്ചയായിട്ടും അൻവർ കോഴിക്കോടിൻ്റെ ഒരു അതിഥിയായിട്ടാണ് വന്നത്. എന്ത് സംഭവിച്ചു എന്നുള്ളത് നല്ല കരുത്തോടു കൂടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ മുന്നൊരുക്കങ്ങൾ അൻവർ ബഹുമാനപ്പെട്ട ശ്രീ PV അൻവർ നടത്തിയിരുന്നു. പക്ഷേ അവിടെ പരാജയം ഉണ്ടായി. തീർച്ചയായിട്ടും ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷണം ലീഗും കോൺഗ്രസും UDFും നടത്തുന്നതാണ്. ഈ അൻവറിന് വോട്ട് പറഞ്ഞതേ രാമനാട്ടുകര, ഫറോക്ക് പോലുള്ള ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. അത് ആദ്യം വാർത്ത വന്നു അൻവറിന് നീരസമുണ്ട്, പക്ഷേ അൻവർ തന്നെ അത് തള്ളി. അത് കൃത്യമാണ്. അൻവർ തന്നെ ആ വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളെ കണ്ടു. അത് തെറ്റായ വാർത്തയാണെന്ന് അൻവർ തന്നെ അത് പറയുന്ന സാഹചര്യം ഉണ്ടായി. അത് മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നല്ല ആ വോട്ട് ചോർന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ആ പരാജയം തീർച്ചയായിട്ടും ഞങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. അത് ഞങ്ങൾ എന്തായാലും അത് പരിശോധിക്കുക. അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ അത് 100% വിജയമായിട്ട് അത് മാറുമായിരുന്നു. എന്നാലും കോഴിക്കോട് വിജയം അത്യധികം അത്ഭുതകരമായിട്ടുള്ള വിജയമായിട്ട് പരിഗണിക്കപ്പെടേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ മത്സരിക്കുന്നു, DCC അധ്യക്ഷൻ മത്സരിക്കുന്നു, KPCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നു, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരരംഗത്താണ്. സ്വാഭാവികമായും ഒരു ഒറ്റയാനെ പോലെ താങ്കൾ 13 മണ്ഡലങ്ങളിലും ഓടി നടക്കേണ്ടി വന്നു. അതെന്തെങ്കിലും പ്രയാസകരമായിരുന്നോ, അല്ല എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തത്? തീർച്ചയായിട്ടും ഒരു ആശങ്ക ഉണ്ടായിരുന്നു. UDF ഒരു ഭാഗത്ത് അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. മുസ്ലിം ലീഗ് എന്നുള്ള അർത്ഥത്തിൽ നിന്നുകൊണ്ട് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഏൽപ്പിച്ചിട്ടുള്ള നിരീക്ഷകന്മാർ ഓരോ മണ്ഡലത്തിലും അവർ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും പിന്നെ ഒരു എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ
ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ, അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സലാം സാഹിബ് കോഴിക്കോടിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലായിരുന്നതുകൂടി ഡോക്ടർ മുനീർ സാഹിബ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷനിയറിങ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വല്ലാത്തൊരു ആർട്ട്, അതൊരു കലയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നേരിട്ട് പഠിക്കാൻ കഴിഞ്ഞ വലിയൊരു അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ്. എല്ലാ ലീഡേഴ്സും ആ രീതിയിൽ പിന്നെ എന്താ പറയുക, ഒരു എവരി നൂക്ക് ആൻഡ് കോർണറിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ശ്രദ്ധ പതിഞ്ഞിരുന്നു. 10 വർഷത്തെ അധികാരമില്ലാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു സമൂഹത്തിൽ അവരുടെ പുരോഗതിക്ക് അനിവാര്യമായ കാര്യം ചെയ്തു തീർക്കുന്നതിൽ ഭരണം അനിവാര്യമാണെന്നുള്ള ബോധം അത് കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിൽ എല്ലാ ആശങ്കകൾ അകറ്റുന്ന രീതിയിലുള്ള ഒരു സഹകരണമുണ്ട്, ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. ഈ പേരാമ്പ്ര സീറ്റിൽ അവസാന നിമിഷം വരെ താങ്കളുടെ പേര് പറഞ്ഞിരുന്നു. മാത്രമല്ല താങ്കൾ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു ഏറ്റവും പ്രമുഖ ചാനലിൻ്റെ ഒരു കാർഡിൽ പേരാമ്പ്ര ടി ഇസ്മായിൽ എന്നായിരുന്നു. പിന്നീട് പ്രഖ്യാപിച്ചപ്പോഴാണത് അല്ല എന്നറിയുന്നത്. ആ ഒരു സാഹചര്യം എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് സ്വാഭാവികമായിട്ടും പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യുവാക്കൾ, വനിതകൾ, പരിചയസമ്പന്നർ, അങ്ങനെയുള്ള രീതികളിലാണ് അത് അവലംബിക്കപ്പെടുക. സ്വാഭാവികമായിട്ടും പ്രഖ്യാപിക്കപ്പെടാകുന്ന ഒരു 2 മിനിറ്റ്സ് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു വിഷയം ഉണ്ടാവും. അത് ആർക്കായാലും ഉണ്ടാവും, ഒരു മനുഷ്യ സഹജമാണ്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ ആഫ്റ്റർ 5 മിനിറ്റ്സ് അത് യഥാർത്ഥ അവസ്ഥയിലേക്ക് വരികയും പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സങ്കടമൊന്നും ഒരു സങ്കടവുമില്ല, വളരെ സന്തോഷം. ഞാൻ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. പാർട്ടി മത്സരിക്കാൻ ആളുകളെ ഒരുപാട് നിയോഗിച്ചു. മത്സരം നടത്താൻ, മത്സരം മോണിറ്റർ ചെയ്യാനും അതിനെ ക്യാപ്റ്റൻ ചെയ്യാനും ആളുകൾ മറ്റു ചിലരെ നിയോഗിക്കും. ആ ഒരു നിയോഗം വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തു. അത് വിജയകരമായി പൂർത്തീകരിച്ചു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അതൊരു സത്യമാണ്. അവസാനമായി 2 ചോദ്യങ്ങൾ. ഒന്ന്, കോഴിക്കോടിന് ഇത്രയും മികച്ച പ്രകടനം കോഴിക്കോട് UDF കാഴ്ചവെച്ചു. ഒരു മന്ത്രിസ്ഥാനം അർഹതയുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒന്ന് ലീഗിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? മറ്റൊന്ന്, ഇപ്പോഴത്തെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ എത്രമാത്രം പൊതുജന മധ്യത്തിൽ വലിയൊരു ചർച്ചയാവുന്നുണ്ട്? തീർച്ചയായിട്ടും കോഴിക്കോടിന് മന്ത്രിസ്ഥാനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി, അത് സംസ്ഥാന നേതൃത്വം, തങ്ങൾ ആണ് അത് അവസാന വാക്ക് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്നത് വേണം തന്ന് ആ രീതിയിലുള്ളൊരു സംസാരം ഞങ്ങൾ നടത്താറില്ല. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിൻ്റെ കാര്യത്തിലും ഈ ജില്ലകൾക്ക് വീതം വെച്ച് വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പരിഗണനകൾ കോഴിക്കോട് ജില്ലക്ക് ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷയാണ്. പിന്നെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിൽ സ്വാഭാവികമായിട്ട് ഒരു തിരഞ്ഞെടുപ്പിലെ നല്ല അവസ്ഥകളെ അത് നന്നായി ബാധിച്ചു എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം അങ്ങനെ ഒരു രീതിയിലേക്ക് ഇത് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വലിയ നേട്ടം തന്നെയാണ് UDF ഇത്തവണ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് പേരാമ്പ്രയിലെ സീറ്റ് കിട്ടാത്തതിൽ ഒരു സങ്കടവുമില്ല. പകരം ഈ മൊത്തം 13 മണ്ഡലങ്ങളിലും ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നയിക്കാനായി അത് വിജയകരമായി പര്യവസാനിച്ചു എന്നതിലാണ് ഏറെ സന്തോഷമെന്ന് TT ഇസ്മായിൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് മന്ത്രിസ്ഥാനം എന്നുള്ളത് പ്രതീക്ഷയുണ്ട്, തങ്ങളുടേതാണ് അവസാന വാക്ക് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഒപ്പം കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പിലെ നല്ല സാധ്യതകൾ, നല്ല കാര്യങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്ന രീതിയിലും അദ്ദേഹം സൂചന നൽകുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് TK ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.